ടൊയോട്ട ഇന്നോവ 2015 മോഡൽ വണ്ടിയാണ്. ഇതൊരു റെയർ കംപ്ലൈൻ്റ് ആണ് വണ്ടി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി ഡ്രോപ്പേജ് ഏകദേശം എല്ലാ വണ്ടികൾക്കും ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട് ബാറ്ററി ഡ്രോപ്പേജ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ അക്സസറീസ് സെറ്റ് ചെയ്യുക, ക്വാളിറ്റി ഇല്ലാത്ത സ്റ്റീരിയോ, അതുപോലെ അങ്ങനെയുള്ള അക്സസറീസ്, ലൈറ്റുകൾ, ബാർ ലൈറ്റുകൾ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഫിറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഡയറക്റ്റ് കണക്ഷൻ നമ്മൾ കൊടുക്കും, ഒരു കണക്ഷൻ അതൊന്ന് ഡ്രോപ്പ് ആകാൻ സാധ്യതയുണ്ട്. ലോക്കൽ സാധാ നോർമൽ സെറ്റ് ആണെന്നാണെങ്കിൽ ഈ കൂടുതൽ കംപ്ലൈൻറ്റ് വരുന്നത്. ബ്രാൻഡഡ് നമ്മൾ ഇടുമ്പോൾ ഈ ഒരു കംപ്ലൈൻറ്റ് ഒരിക്കലും വരില്ല, കറക്റ്റായിരിക്കും ആ ബാറ്ററി ഡ്രോപ്പേജ് ഒക്കെ. ഇതൊക്കെ ശരിക്കും ബാറ്ററി ഡ്രോപ്പേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.01 to 0.325 ഇതുവരെ വരാൻ പാടുള്ളൂ. അതാണ് കറക്റ്റ്. അതുവരെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല, വണ്ടിക്ക് ബാറ്ററി ഡ്രോപ്പ് ആവില്ല. പിന്നെ അതുപോലെ തന്നെ എത്ര ദിവസം നിർത്തിയാലും, ഒരാഴ്ച 2 ആഴ്ച വണ്ടി നിർത്തിയിട്ടാലും ബാറ്ററിക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും വരില്ല. അതല്ലാത്ത പക്ഷം അതിൽ കൂടുതൽ ഡ്രോപ്പ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച നിർത്തിയിടുമ്പോൾ വണ്ടി ഫുള്ള് ഡ്രെയിനായി പോകും, വണ്ടി സ്റ്റാർട്ടാകാത്തൊരു അവസ്ഥ വരാറുണ്ട്. പിന്നെ ആ ഒരു കംപ്ലയിൻറ്റ് നമുക്ക് ബാറ്ററിക്ക് ഇൻറ്റർണൽ ഷോർട്ടേജ് ഉണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു കംപ്ലയിൻറ്റ് തന്നെ നമുക്ക് വരാറുണ്ട്. പക്ഷേ ഇത് പുതിയ ബാറ്ററിയാണ് കസ്റ്റമർ വെച്ചിരിക്കുന്നത്. ഓൾറെഡി നമ്മൾ സർവീസ് ചെയ്യുന്ന വണ്ടി തന്നെയാണ്, തൃശ്ശൂരിലെ വണ്ടിയാണ്, നമ്മൾ സർവീസ് ചെയ്യുന്ന വണ്ടി തന്നെയാണ്. അതിൽ നമ്മൾ മേജർ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്, ക്ലച്ച്, റേഡിയേറ്റർ, അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കംപ്ലയിൻറ്റ് ഇപ്പോഴല്ല, നേരത്തെ ഉണ്ട്. പക്ഷേ ഡയഗ്നോസ് ചെയ്തത് ഇപ്പോഴാണ് അവർ. എന്താ വെച്ച് കഴിഞ്ഞാൽ നേരത്തെ നല്ല ഓട്ടം ഉള്ളതുകൊണ്ട്, അവർക്ക് റെഗുലർ യൂസ് ഉള്ളതുകൊണ്ട് അവർക്ക് അറിഞ്ഞിട്ടില്ല. പിന്നെ ഇപ്പോൾ ഒക്കെ 2-3 ദിവസമൊക്കെ നിർത്തിയിടുമ്പോൾ എപ്പോഴും അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ബാറ്ററിയുടെ ടെർമിനൽ അയച്ചിടുക. ബാറ്ററി ഡ്രോപ്പായി തുടങ്ങിയപ്പോൾ തൊട്ട് ബാറ്ററി ടെർമിനൽ അയച്ചിട്ട് പിന്നെ എടുത്ത് വണ്ടി എടുക്കാൻ വരുമ്പോൾ പിന്നീട് അങ്ങനെ ഒരു ഇത് വെച്ചിട്ടാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് നമ്മുടെ കസ്റ്റമർ കൊണ്ടുവന്ന് തന്നത് കയ്യിൽ. ഇതിപ്പോൾ ബാറ്ററി ഡ്രോപ്പ് ആവുന്നുണ്ട്. ബാറ്ററി 1-2 പ്രാവശ്യം ഒക്കെ മാറ്റി നോക്കി. ഇപ്പോൾ ഓൾറെഡി ഇതിലിരിക്കുന്നത് അമറോണിൻ്റെ പുതിയ ബാറ്ററി തന്നെയാണ് ഇരിക്കുന്നത്. എന്നിട്ടും വണ്ടി ഒരു 3 ദിവസം നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി ബാറ്ററി ഡ്രോപ്പാണ്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്തതിൽ വയറിങ് കാര്യങ്ങളൊക്കെ ഇഷ്യൂ ആകുമ്പോഴും, അതുപോലെ ഈ അക്സസറീസിൻ്റെ പ്രശ്നം വരുമ്പോഴാണ് കൂടുതലും വരിക. കൂടുതൽ ഇന്നോവയ്ക്കൊക്കെ നമ്മൾ അക്സസറീസ് സ്റ്റീരിയോ വെക്കുമ്പോഴാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡോം ഫ്യൂസ് അഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും പെട്ടെന്ന് തന്നെ. നമ്മളിപ്പോൾ കണക്ട് ചെയ്ത് ചെക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഡോറും അടച്ച് ലോക്ക് ചെയ്തതിന് ശേഷം ഈ ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനൽ എടുത്ത് മാറ്റി വെച്ചിട്ട് അഴിച്ചു വെച്ചിട്ട് മൾട്ടിമീറ്ററിൽ അതിൻ്റെ വോൾട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും, എത്രത്തോളം ബാറ്ററി വോൾട്ട് പുറത്ത് പോകുന്നുണ്ടെന്ന്. അങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ ഇതിൽ കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.88 ആണ്. ഏകദേശം 1 വോൾട്ട് ഇങ്ങനെ ഡ്രോപ്പ് ആയിക്കൊണ്ടിരിക്കുക. ആ 1 വോൾട്ട് പോകാമെന്ന് പറഞ്ഞാൽ ഹെവിയാണ് പോകുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് 3 ദിവസമല്ല, ചിലപ്പോൾ 2 ദിവസത്തിൽ, ചിലപ്പോൾ 1.5 ദിവസത്തിലൊക്കെ ഫുള്ളായിട്ട് ബാറ്ററി ഡ്രെയിൻ ആകുന്ന ഒരു അവസ്ഥ വരും. അത് ഭയങ്കര ബുദ്ധിമുട്ടുമാണ് നമുക്ക്. അപ്പോൾ ഇതിൽ വയറിങ് കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തു, അതുപോലെ തന്നെ സ്റ്റീരിയോൻ്റെ അവിടെ എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്തു. ഇലക്ട്രിക് വർക്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് സമയമെടുത്ത് അതുപോലത്തെ റിലാക്സ് ആയിട്ട് ചെയ്യേണ്ട ഒരു പണിയാണ്. അപ്പോൾ നമുക്ക് എപ്പോഴും ഇതുപോലുള്ള ഇലക്ട്രിക് വർക്ക് തരുമ്പോൾ ഇന്ന ദിവസം കിട്ടുമോ എന്നുള്ളൊരു ചോദ്യം ചോദിച്ചിട്ട് എന്തായാലും ഇങ്ങോട്ട് വരരുത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല തിരക്കുമുണ്ട്. അത് ഫ്രീ ആയി നിന്ന് ചെയ്താൽ മാത്രമേ, ചിലപ്പോൾ 5 മിനിറ്റ് കൊണ്ട് കിട്ടും, ചിലപ്പോൾ 4 മണിക്കൂർ കൊണ്ട് കിട്ടും, ചിലപ്പോൾ 2 ദിവസം എടുക്കും പണിയെടുത്തിട്ട് അത് കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ അത് മാത്രം ശ്രദ്ധിക്കുക. ഇലക്ട്രിക് വർക്കിൽ നല്ലോണം സമയമെടുക്കും. അതുകൊണ്ട് ഇങ്ങനെയുള്ള വർക്കൊക്കെ വരുമ്പോൾ എപ്പോഴും സമയം തന്നിട്ട് വേണം. അപ്പോൾ ഇത് മാത്രമല്ല, നമ്മുടെ വർക്ക്ഷോപ്പിലേക്ക് എപ്പോൾ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സമയം കയ്യിൽ പിടിച്ച് കൊണ്ടുവന്ന് തന്നു കഴിഞ്ഞാൽ എനിക്ക് നീറ്റാക്കി തരാൻ പറ്റില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എന്തെങ്കിലും കാണിച്ചു കൂട്ടി വണ്ടി കയ്യിൽ തന്നു വിടേണ്ടി വരും. ഇപ്പോൾ 4 ദിവസത്തിനുള്ളിൽ തരണം, ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ 4 ദിവസം പറഞ്ഞെങ്കിൽ 5 ദിവസം, 6 ദിവസം, ഒരാഴ്ചയൊക്കെ ആവും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ വണ്ടി നീറ്റാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ സമയം എടുക്കുന്നത് തന്നെ. അപ്പോൾ അതിൽ സമയം കൈ പിടിച്ച് എന്തായാലും കൊണ്ടുവരുന്ന കഴിഞ്ഞാൽ എനിക്ക് വണ്ടി നീറ്റാക്കി തരാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് സമയം എപ്പോഴും തരിക. ഇങ്ങനെ ഇലക്ട്രിക് വർക്കൊക്കെ ആകുമ്പോൾ വണ്ടി വിട്ട് തന്നിട്ട് ഇതാക്കുക. നമുക്ക് എന്തായാലും അത് ക്ലിയർ ആയിട്ട് ചെക്ക് ചെയ്തിട്ട് ചിലപ്പോൾ ഇന്ന് ചെക്ക് ചെയ്യാൻ, ചിലപ്പോൾ നാളെയൊക്കെ ചെക്ക് ചെയ്യുള്ളൂ. അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ ഉണ്ടാവും. പക്ഷേ ഇത്രയും വണ്ടി ഉള്ളതുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ഡയഗ്നോസ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിലും അതിന് സമയം എടുക്കും എന്തായാലും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ കംപ്ലയിൻറ്റ് നമ്മൾ കണ്ടുപിടിച്ചു. ഇതിലുണ്ടായിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊരു എക്സ്ട്രാ ഒരു ഫ്യൂസ് ആഡ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്. ഇതിപ്പോൾ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ അവസാനം കണ്ടുപിടിച്ചതാണ് ഈ സംഭവം. ഇതിൽ ഈ ഫ്യൂസ് ബോക്സിനകത്ത് ഇത് നേരെ തിരിച്ചിട്ടിട്ടുണ്ട്. ഇതിൻ്റെ അല്ല, ഈ നോവയുടെ ഇതിൻ്റെ അല്ല, ഇത് നേരെ തിരിഞ്ഞ് കിടന്നിട്ട് ഇവിടെ ഒരു കട്ട ബ്ലാക്ക് കളർ ഒരു ഇതുമാതിരി ഡയോഡ് മാതിരി വരും ഇതിനകത്ത്. ആ ഡയോഡ് ഇവിടെ ഫ്യൂസ് ഉണ്ടാവില്ല, ഡയോഡ് മാതിരിയാണ്, ഇവിടെ ഡെമ്മിയാണ് ഇരിക്കുന്നത്. പക്ഷേ ഇതിലൊരു ഫ്യൂസ് ഇട്ടിട്ട് അവർ കണക്ട് ചെയ്തത്. ഈ ഫ്യൂസ് ഇട്ടാൽ ഉടനെ തന്നെ ഈ ആക്ച്വേറ്റർ, റിലേ, ഇതിൻ്റെ ത്രോട്ടിൽ ബോഡിയുടെ ഈ സംഭവം ഇതെല്ലാം വർക്കായിക്കൊണ്ടിരിക്കുക. അതാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇഗ്നീഷൻ ഓണാക്കി വെച്ചാലും ഇതിൽ ചെറിയൊരു വോൾട്ട് എടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. അതാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. പക്ഷേ അത് കണ്ടുപിടിക്കാൻ കുറച്ച് സമയം എടുത്തു. നമ്മൾ ഓരോ കാര്യങ്ങൾ ചെക്ക് ചെയ്ത് ആദ്യം ഇനിഷ്യലി ചെയ്യുന്ന കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കംപ്ലയിൻ്റൊക്കെ എന്തെങ്കിലും ആക്സിഡൻറ്റോ കാര്യങ്ങളോ എന്തെങ്കിലും സംഭവിച്ചിട്ട് ഇതിൻ്റെ ഫ്യൂസ് കാരിയർ മാറ്റേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ അങ്ങനെ എന്തെങ്കിലും ചെയ്തു വെച്ചതായിരിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഇതിപ്പോൾ ജെന്യൂനിറ്റി ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ വിട്ടുകളയും.
പക്ഷേങ്കിൽ അവർ മാറ്റി വെച്ചിട്ടുണ്ട്. ഈ ഒരു സെറ്റപ്പിലല്ല വരിക. ഇത് നിങ്ങളുടെ അടുത്ത് ഇന്നോവ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് അഴിച്ച് നോക്കിയാൽ മതി. ഈ ഫ്യൂസ് ഇങ്ങനെ ഉണ്ടാവും, ഇവിടെ ഒരു ഡയോഡ് ഉണ്ടാവും. ഇതില്ല, ഇവിടെ നിന്നില്ലാന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് 3 ഫ്യൂസ് മാത്രമേ വരുള്ളൂ. അത് ഈ ഫ്യൂസ് ബോക്സിലും അങ്ങനെ തന്നെ നമുക്ക് കാണാൻ കഴിയും. അതിനകത്ത് ഇതിന് ഉള്ളിൽ ഡമ്മിയാണ്. പക്ഷേ ഞാനും ഇത് അത്ര പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല. ഈ 3 ഫ്യൂസ് ഇവിടെ ഡമ്മിയാണ്. പക്ഷേങ്കിൽ ശ്രദ്ധിക്കാത്തത് കൊണ്ട് എനിക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല. പിന്നെ ലാസ്റ്റാണ് ഇത് വെച്ച് നോക്കിയത്. എന്തായാലും നമുക്ക് ഇത് വെച്ച് ചെയ്തിട്ട് ഞാൻ ഡ്രോപ്പേജ് എങ്ങനെയുണ്ടെന്നുള്ളത് ഞാൻ ചെക്ക് ചെയ്ത് തരാം. ഇപ്പോൾ നമ്മൾ ഡ്രോപ്പേജ് ചെക്ക് ചെയ്യാനായിട്ട് ഞാൻ കംപ്ലയിൻ്റ് എല്ലാം സോൾവ് ചെയ്താണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് എന്താ കംപ്ലയിൻ്റ് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞിരുന്നത്. നമ്മൾ എടുത്തിട്ട് എല്ലാ ഗ്ലാസും ക്ലോസ് ആയിരിക്കുക. ഇതൊരു പ്രൊസീജിയറാണ് കേട്ടോ. ഇതിപ്പോൾ ഗ്ലാസ് ആദ്യമിരുന്നാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരു പ്രൊസീജിയറാണ്. ടൊയോട്ടയിൽ വരുന്ന ഒരു പ്രൊസീജിയറാണ് ഈ സംഭവം ഞാനിപ്പോൾ പറയുന്നത്. എല്ലാ ഗ്ലാസും ഫുൾ ക്ലോസ്ഡ് ആയിരിക്കണം. ക്ലോസ്ഡ് ആക്കി കീ എടുത്ത് കീ പുറത്തു കൊണ്ടുവന്നതിന് ശേഷം ഇതിനെ ലോക്ക് ചെയ്യണം. ലോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം നെഗറ്റീവ് ടെർമിനൽ ഒഴിക്കാം. ഇതിപ്പോൾ ലോക്ക് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ആ വോൾട്ട് നമുക്ക് കാണിക്കും. ഗ്ലാസ് കയറ്റി വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഈ സെയിം തന്നെ കാണിക്കും. പക്ഷേ ടൊയോട്ടയ്ക്ക് ഒരു പ്രൊസീജിയർ ഇങ്ങനെയാണ് വരിക. ഈ ബാറ്ററി ഡ്രോപ്പേജ് ചെക്ക് ചെയ്യാനുള്ള പ്രൊസീജിയർ ഇതാണ്. അപ്പോൾ ലോക്ക് ചെയ്തതിന് ശേഷം ചാവി കൈ പിടിക്കുക. എന്നിട്ട് അതിൻ്റെ നെഗറ്റീവ് ടെർമിനൽ പിടിച്ചേട്ടാ, നെഗറ്റീവ് ടെർമിനൽ പിടിച്ചതിന് ശേഷം എന്തുകൊണ്ടാ ഇത് റെഡ് നമ്മൾ കോമണിൽ തന്നെ കൊടുക്കുക. എല്ലാം ഇത് വന്നിട്ട് നമുക്ക് 10 ആമ്പിയറിൽ കൊടുക്കണം. ഇങ്ങനെ കൊടുത്തിട്ട് നമുക്ക് ഈ ബാറ്ററി ടെർമിനൽ ടച്ച് ചെയ്യാൻ പാടില്ല. അത് ഷോർട്ട് എടുക്കും, ഇതിലേക്ക് എടുക്കും. ഇത് ടച്ച് ചെയ്യാൻ പാടില്ല. എന്നിട്ട് ഒരു വയറ് ടെർമിനലും ഒരു വയറ് നെഗറ്റീവ് ടെർമിനലും കൊടുക്കണം. ആ കൊടുക്കുന്ന സമയത്ത് പോയിൻ്റ് ഇതുണ്ടോ, വോൾട്ട് കാണുന്നുണ്ടോ, 0.879 അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എവിടെയിട്ടാ നേരട്ടാ കയ്യിലേക്ക് ഈ ഫ്യൂസ് ഇവിടെ നമ്മൾ വെച്ചിട്ടുണ്ട്. വേണ്ട, ഇത് ജനുവിൽ നേരത്തെ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിൽ ഫ്യൂസ് ഉണ്ട്, അതുകൊണ്ടാണ് ആ വോൾട്ട് ഡ്രോപ്പ് ആയിക്കൊണ്ടിരിക്കുക. ഇതിടുമ്പോൾ നമുക്ക് ഈ 2 റിലേ ഫുൾ ടൈം വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ആക്ച്വേറ്റർ ഇതല്ല വർക്ക് ചെയ്യുന്നത്, ആക്ച്വേറ്ററും ഫുൾ ടൈം വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അത്രയും ഡ്രോപ്പ് വരുന്നത്. ഇനിയിപ്പോൾ ആ ഫ്യൂസ് നമുക്ക് അഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കംപ്ലൈൻറ്റ്സ്. അതുപോലെ ഇതിൽ അത് നമുക്ക് ഡയഗ്രാമിൽ ഞാൻ നേരത്തെ നോക്കാത്തതിൻ്റെയാണ്. ഇതിപ്പോൾ നാരായണേട്ടാണ് പറഞ്ഞത്, ഇപ്പോൾ ഈ ഇതിൽ ഡമ്മിയാണ്, അതൊന്ന് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിൽ ഡമ്മി ആയിട്ടാണ് കാണുന്നത്, കണ്ടില്ലേ? അപ്പോഴാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത്. നോക്കുമ്പോൾ അവിടെ ഒരു ഡയോഡാണ് വരുന്നത്, അതും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വരുന്നത്. അപ്പോൾ അത് കംപ്ലീറ്റ് മാറിയിട്ടുണ്ടാവാം. അതുകൊണ്ട് അതിപ്പോൾ MH വണ്ടിയാണ്, മഹാരാഷ്ട്ര വണ്ടിയാണ്, ഇവിടെ കസ്റ്റമർ എടുത്തതാണ്. അപ്പോൾ അവിടെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും, അതുകൊണ്ടാണ് ആ ഒരു കംപ്ലയിൻറ്റ് വന്നിരിക്കുന്നത്. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കുക. കഴിഞ്ഞ നാളിൽ ഇതുപോലെ ഒരു വണ്ടി വന്നതിന് ശേഷം നമ്മൾ ഈ സ്റ്റിയറിങ്ങിൻ്റെ അടിയിൽ ഒരു സ്വിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ECMലേക്ക്. നമ്മൾ വണ്ടി പണി കഴിഞ്ഞ് ബാറ്ററി അഴിച്ച് നോക്കി, എല്ലാം നോക്കി സ്റ്റാർട്ടാക്കി നോക്കണം, സ്റ്റാർട്ടാവുന്നില്ല. എന്തെന്ത് ചെക്ക് ചെയ്തിട്ട് കാണില്ല, വയറിങ് ഫുൾ അഴിച്ച് പിരിച്ച് എല്ലാം നോക്കി, എന്നിട്ടും വണ്ടി സ്റ്റാർട്ടാവുന്നില്ല. അവസാനം നോക്കുമ്പോൾ അവിടെ ECMലേക്കുള്ള ഒരു ലൈനിൽ അവർ സ്വിച്ച് വെച്ചിരിക്കുക. അത് എങ്ങനെയോ പിള്ളേർ പണിയെടുക്കുമ്പോൾ സ്റ്റിയറിംഗ് കോളം ബൂട്ട് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു അതിനകത്ത്. അപ്പോൾ അതിലേക്ക് ഒരു സ്വിച്ച് വെച്ച് കൊടുത്തിട്ട് അത് ഓഫായി കിടക്കുമായിരുന്നു. അതുകൊണ്ടാണ് വണ്ടി സ്റ്റാർട്ടായത്. പിന്നെ അവസാനം നോക്കിക്കണേ, അത് ഇതേപോലെ MH വണ്ടിയായിരുന്നു. നോക്കി കണ്ടുപിടിച്ചിട്ടാണ് പിന്നെ ആ സ്വിച്ച് ഓൺ ആക്കിയപ്പോഴാണ് സ്റ്റാർട്ടായി. നിസാര കാര്യം, പക്ഷേ 2 ദിവസം അതിൻ്റെ പിന്നാലെ ഞാൻ മെനക്കെട്ടു സ്റ്റാർട്ടാക്കാനായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള അതുപോലുള്ളൊരു കംപ്ലയിൻറ്റ് തന്നെയാണ് ഇതും. പക്ഷേ ഇത് പെട്ടെന്ന് ഏട്ടനും കൂടെ ഉണ്ടായിരുന്നപ്പോൾ നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റി. ഡമ്മി ആയിരുന്നു. പിന്നെ അത് നമ്മൾ വെടിയിച്ചിടുമ്പോൾ ഫ്യൂസ് എടുക്കേണ്ടത് ഫ്യൂസ് അതിന് റിമൂവ് ചെയ്തിട്ടുണ്ട്. റിമൂവ് ചെയ്തിട്ട് നോക്കുമ്പോൾ ഒന്നെടുത്തോ, റിമൂവ് ചെയ്തിട്ട് നോക്കുമ്പോൾ കൊടുക്കി ആണല്ലേ 0.3 0.1 വന്നിട്ട് അത് 1 0 അങ്ങനെ ഇതാകുന്നുണ്ട്. ഇതുപോലെ നിൽക്കണം. അല്ലാതെ ഇത് 0.5ൻ്റെ മേലെ 0.05ൻ്റെ മേലെ പോയി കഴിഞ്ഞാൽ ബാറ്ററി എന്തായാലും ഡ്രോപ്പ് ആവും. അത് ഉറപ്പായിട്ടുണ്ടാവും. അത് നമുക്ക് ഈ 0യിൽ നിൽക്കണം. അല്ലാന്നുണ്ടെങ്കിൽ 0.01 to 0.5 അതാണ് കറക്റ്റ്. അതിൽ കൂടുതലായി കഴിഞ്ഞാൽ നമുക്ക് ബാറ്ററി ഉണ്ടാവും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കൂടുതലും അക്സസറീസ് ഫിറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ലോക്കൽ ഫിറ്റ്മെൻറ്റ് ചെയ്യാതിരിക്കുക. എല്ലാവരും ഒറിജിനൽ ഏതാ ബ്രാൻഡെന്ന് വെച്ചാൽ ബ്രാൻഡിൽ ചെയ്യുക. അപ്പോഴാണ് കൂടുതൽ ലോക്കൽ ചെയ്യുമ്പോഴാണ് കൂടുതലും ഡ്രോപ്പേജ് വരുന്നത്. ഇതിപ്പോൾ ഒരു റയർ കംപ്ലയിൻ്റ് ആണ്, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്ത് അയച്ചു തന്നത്. അതല്ലാതുണ്ടെങ്കിൽ ഡ്രോപ്പ് ആകുന്നത് നിങ്ങൾ ഒന്നും നോക്കണ്ട. ഇതിലൊരു ഡോം ഫ്യൂസ് ഉണ്ട്. ഇതിപ്പോൾ ഇതുപോലെ ചെക്ക് ചെയ്തതിന് ശേഷം ഇതിലൊരു ഡോം എന്ന് പറഞ്ഞിട്ടൊരു ഫ്യൂസ് ഉണ്ട്. ഇതെവിടെ ഈ ലാസ്റ്റ് കാണുന്നത് 7.5 ആംബിയറിൻ്റെ ഒരു ഫ്യൂസ്. അതെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ അതിലൊക്കെ ചിലപ്പോൾ ഈ സ്റ്റീരിയോ എന്നൊക്കെ വരുന്നതാണെന്നുണ്ടെങ്കിൽ 0.33 34 അങ്ങനെയൊക്കെ വരുള്ളൂ. അത് ഈ ഫ്യൂസ് എടുത്ത് കളയുമ്പോൾ അത് 0ലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, അത് സ്റ്റീരിയോൻ്റെ അല്ലാന്നുണ്ടെങ്കിൽ റൂഫ് ടോപ്പ് ലൈറ്റ് അങ്ങനെയുള്ള എന്തെങ്കിലും അക്സസറീസ് സെറ്റ് ചെയ്തതിൻ്റെ ഫോൾട്ടാണ് ആ കംപ്ലയിൻറ്റ് വന്നത്. അപ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു കാണുന്നവരെ എല്ലാവർക്കും ബൈ.